ഞങ്ങൾ മൂന്നാളും കൂടെ ഇന്ന് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വളാഞ്ചേരി ബസ് കാത്ത് നിൽക്കുകയാണ്. കുറച്ച് നേരം പോസ്റ്റായി ബസ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ തത്തക്കം പിത്തക്കം നിന്നപ്പോഴേക്കും ബസ്സൊക്കെ വന്നു കേട്ടോ. ബസ്സിലാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ജനം. അങ്ങനെ നമ്മളൊരു 1/4 മണിക്കൂർ നിന്നിട്ടാണ് പോയത്. അവിടെ എത്തിയിട്ട് നമ്മൾ വേഗം ഷടേന്നനെ നടന്നു കേട്ടോ. തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കാതെ പോയോണ്ട് തന്നെ വേഗം ഒരു ചായ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ കുറേ നേരം നമ്മൾ ക്യൂവിൽ നിൽക്കണ്ടേ. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടെന്ന് പുറത്തുനിന്ന് പറഞ്ഞപ്പോൾ ചായ കുടിച്ചിട്ട് കയറി കേട്ടോ. ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാർ സൂപ്പറാണ് കേട്ടോ. കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്വഭാവം കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പേരുണ്ടാവില്ലേ. അങ്ങനെ 2-3-4 ചേച്ചിമാരുണ്ടായിരുന്നു. അവിടുന്ന് വരണ വഴിക്ക് നമ്മൾ കുറച്ച് പൂവൊക്കെ മേടിച്ചു തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. മുളത്തിന് 30 രൂപ. അപ്പോൾ അതിൻ്റെ പകുതി വെച്ച് ഞാനും പൂജട്ടിയും കൂടെ ഒരു മുളം മേടിച്ചിട്ട് മതിയുള്ള പേരിന് മതിയില്ല. നല്ല ഭംഗിയായിട്ടത് കാണാൻ വേണ്ടിയിട്ട് സെറ്റ് സാരി കൊടുത്തിട്ട് ഇത് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മൾ ചുരിദാർ ഇട്ടിട്ടാണെങ്കിലും പൂവൊക്കെ വെച്ചിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലോക്ക് റൂമിൽ പോയിട്ട് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ക്യൂവിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-3.5 മണിക്കൂർ ക്യൂവിൽ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് നമ്മൾ നല്ലോണം കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കയ്യിലിരിക്കുന്ന നെയ്പ്പായസം നമ്മൾ കഴിച്ചതല്ല കേട്ടോ. അവിടെ ഒരു ജീവനക്കാരനെ ഏട്ടൻ തന്നതാണ്. നിങ്ങൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് ഗുരുവായൂരപ്പൻ തന്നതായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ അൽക്കുലത്ത് കുറച്ച് സാധനങ്ങളും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നദാനത്തിൻ്റെ അവിടെയും നല്ല ഗംഭീര ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇരുട്ട് പിടിക്കുമ്പോഴേക്കും എത്തണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. വിശക്കണും ഉണ്ടായിരുന്നില്ല. ഓരോ സോഡാ സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് വരുമ്പോൾ ഞാനും പൂജട്ടിയും കൂടെ സോഡാ സർബത്തും കണ്ണൻകുട്ടി ഒരു വടയും കൂടെ കഴിച്ചിട്ട് നമ്മളിതാ നേരെ പിടിച്ചു നമ്മുടെ വീട്ടിലേക്ക്. ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വരണ വഴിക്കലും നമ്മൾ നിന്നിട്ട് തന്നെയാണ് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി. അപ്പോൾ എത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.